ദി ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം. വെങ്കട് പ്രഭു സംവിധാനം ചെയ്ത വിജയ്, പ്രശാന്ത്, സ്നേഹ, മോഹൻ, മീനാക്ഷി എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളിൽ എത്തിയ സിനിമയാണ് ദി ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം. ഈ സിനിമയുടെ കഥയെ പറ്റി പറയുകയാണെങ്കിൽ, റോഡ് അണ്ടറിൽ വരുന്ന സ്പെഷ്യൽ ടെററിസ്റ്റ് സ്ക്വാഡിൽ വർക്ക് ചെയ്യുന്ന നായകൻ പോകുന്ന ഒരു മിഷനും ആ മിഷനിൽ നടക്കുന്ന സംഭവങ്ങളും അതിനുശേഷം നമ്മുടെ ഹീറോയുടെ ജീവിതത്തിൽ നടക്കുന്ന സംഭവങ്ങളാണ് ഈ സിനിമ പറയുന്നത്. സിനിമയിലുള്ള പോസിറ്റീവ്സ് പറഞ്ഞു തുടങ്ങാം. മെട്രോയിൽ വരുന്ന ഒരു ഫൈറ്റ് സീക്വൻസ്, പിന്നെ കുറച്ച് ചേസ് സീക്വൻസ്, പിന്നെ ക്ലൈമാക്സിനോട് അടുത്ത് വരുന്ന കുറച്ച് ട്വിസ്റ്റുകൾ, പിന്നെ കുറച്ച് ക്യാമിയോ, കുറച്ച് റെഫറൻസ്. ഇത്ര ഈ സിനിമയിലാകെ നല്ലതെന്ന് പറയുന്നുള്ളൂ, പോസിറ്റീവ്സ് എന്ന് പറയാൻ. ബാക്കി മൊത്തം നെഗറ്റീവാണ്. അത് പറയുന്നത് ഒരു ലോഡുണ്ട്. ആദ്യം തന്നെ സ്ക്രീൻ പ്ലേയുടെ കാര്യം പറയാം. ഈ കഥ കണ്ടു പാകി തേഞ്ഞ കഥയാണെങ്കിൽ സ്ക്രീൻ പ്ലേ അതിനെ നന്നാക്കും. മറ്റേ വെങ്കട് പ്രഭു സ്ക്രീൻ പ്ലേ സൂപ്പറാക്കുമെന്ന് വിചാരിച്ചുകൊണ്ടിരുന്ന സ്ക്രീൻ പ്ലേ അതിനെക്കാട്ടിലും വീക്ക് എന്ന് പറഞ്ഞാൽ 1.5 വീക്ക്. പ്രെഡിക്റ്റബിൾ എന്ന് പറഞ്ഞാൽ 1.5 പ്രെഡിക്റ്റബിൾ. ഫസ്റ്റ് തുടങ്ങിയ സിനിമ കഥയിലേക്ക് കയറി തുടങ്ങിയപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇതെങ്ങനെയാണ് ക്ലൈമാക്സിൽ വരാൻ പോകണം, ആരൊക്കെ എവിടെയൊക്കെ ആവും, എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നത് എന്നെല്ലാം പ്രെഡിക്റ്റ് ആവാൻ പറ്റുന്ന അത്രയ്ക്ക് വീക്ക് എന്ന് പറഞ്ഞാൽ 1.5 വീക്ക്. ഡയറക്ഷനും വലിയ കാര്യമായിട്ട് ഗുണമൊന്നുമില്ല, മേക്കിങ്ങും ഒന്നുമില്ല. പിന്നെ ലോജിക്ക് നോക്കാൻ പാടില്ല. കൊമേഴ്ഷ്യൽ സിനിമയിൽ, മാസ് സിനിമയിൽ ലോജിക്ക് നോക്കാൻ പാടില്ല എന്നൊക്കെ പറയും. പക്ഷേ കൺമുമ്പിൽ ഇവർ എടുത്തെടുത്ത് കാണിക്കുമ്പോൾ ഓരോ സാധനങ്ങൾ അറിയാണ്ട് വന്നു പോകണ കുറേ കാര്യങ്ങൾ മിസ്റ്റേക്കുണ്ട്. അതൊന്നും നോക്കണില്ല. ഓക്കെ, പക്ഷേ എന്നാലും ഇവർ ശ്രദ്ധിക്കാണ്ട് പോയ കുറേ ഇമോഷൻസ് കൈകാര്യം ചെയ്യാൻ ഒരു ഇമോഷൻസ് പോലും നേരാവണ്ണം കൈകാര്യം ചെയ്യാൻ ഇവരുടെ ടീമിനെ കൊണ്ട് പറ്റിയില്ല. കൺവേ ചെയ്യുക ഒരു ഇമോഷൻസ് പോലും കൺവേ ചെയ്യാൻ ലവ് ഇല്ല, സങ്കടവും ഇല്ല, ഒരാളെ മിസ്സാവണതില്ല. അങ്ങനെ ഒരു ഇമോഷൻസ് ഇതിൽ വർക്കൗട്ട് ആയിട്ടില്ല. പറഞ്ഞാൽ ഒന്നും വർക്കൗട്ട് ആയിട്ടില്ല. കോമഡി നേരമാണ് വർക്കൗട്ട് ആയിട്ടില്ല, ഇമോഷൻസും വർക്കൗട്ട് ആയിട്ടില്ല. ഒരു വില്ലൻ എന്തിനാ വരുന്നത് വില്ലനെ പോലും അറിയില്ല. മെയിൻ വില്ലന് പറഞ്ഞിട്ട് മോഹൻ പറഞ്ഞ ഒരാളെ കൊണ്ടുവന്നു, ആളിനെയും നേരവണ്ണം കാണിച്ചിട്ടില്ല. വേറൊരു വില്ലനെ കൊണ്ടുവന്നു, അതും നന്നായി കാണിച്ചിട്ടില്ല. അങ്ങനെ ഒന്നും വീക്ക് വില്ലൻ, വീക്ക് സ്ക്രീൻ പ്ലേ. പോരാത്തിന് മറ്റേ ഈ ഡി-ഏജിങ് ലുക്കും ആ വരുന്ന എക്സ്പ്രഷൻസ് 2 ടൈപ്പ് ഡി-ഏജിങ് കാണിക്കുന്നുണ്ട്. ഫസ്റ്റത്തേൽ കുറച്ച് ക്രിട്ടിസൈസും കിട്ടിയതുകൊണ്ട് അത് കുറച്ച് ബെറ്റർ ആക്കി. പക്ഷെ വീണ്ടും ഒരു ഡി-ഏജിങ് കൂടി ഉള്ളത്, അത് പൂര തോൽവി എന്ന് പറഞ്ഞാൽ പോരാ. അയ്യോ, ഡി-ഏജിങ് അത് 4-5 ഫേസാണ് ഒരു സീനിൽ തന്നെ. ആ ഒരു ഇത് വരുന്നത് അങ്ങോട്ടും ഇങ്ങോട്ട് കണ്ണ് മാറുമ്പോൾ ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ട് ആംഗിളിൽ മാറി നോക്കുമ്പോഴടക്കം അവരുടെ ഫേസ് മാറുന്ന പോലെയാണ് ആ ഡി-ഏജിങ് ഒക്കെ ചെയ്ത് വെച്ചിരിക്കുന്നത്. അതുപോലെ ചെറിയ ഇളയ ദളപതി വിജയ് വെറുപ്പിക്കുക, അതും ഒരു ഇത് കാണുന്നവർക്കതിൽ വെറുപ്പായി. എന്തുവാണ് ഈ ചങ്ങായി കാണിക്കുന്നത്, നിർത്തിക്കൂടെ ഈ പുള്ളിക്ക് എന്നുള്ള തോന്നൽ. ഒരിക്കലാണ് ഇളയ ദളപതി വിജയുടെ ക്യാരക്ടർ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ വലിയ വിജയുടെ ചില എക്സ്പ്രഷൻസ് ഒന്നും വർക്കൗട്ടേ ആയിട്ടില്ല. ചില സീക്വൻസ്, ചില ക്യൂട്ട്നെസ് ഇട്ട് കാണിക്കലും പഴയ സിനിമത്തെ സീന് റീക്രിയേറ്റ് ചെയ്യലൊന്നും അയ്യോ ശരിക്കായിട്ടില്ല. പിന്നെ പറയാൻ വിട്ടുപോയൊരു കാര്യം, ഈ ചെറിയ വിജയുടെ കുട്ടിക്കാലായിട്ട് ഒരു കുട്ടി അഭിനയിക്കുന്നത്, ആ കുട്ടി നന്നായി ചെയ്തു കേട്ടോ. പിന്നെ വിജയുടെ സാധാരണ യൂഷ്വൽ മൂവീസ് പോലെ വരുത്താൻ വിചാരിച്ച ഒരു മാസ് സീന് ഉണ്ടെങ്കിൽ പോലും അതിനൊരു എലിവേഷനോ അവിടെ ഒരു BGMോ അതൊന്നും കൊടുത്തിട്ടില്ല. അതന്നെ ഒരു നല്ല ഗൂസ് മൊമെന്റ്സ് കാണിക്കുന്ന സീൻസോ സാധാരണ വിജയപടത്തിലൊക്കെ ഉണ്ടാവാറുള്ള അതുപോലെ ഈ സിനിമയിൽ ചെയ്യാണ്ടാണ് ഇവർ ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിലത്തെ പാട്ടുകൾ പിന്നെ ഓൾറെഡി ഇറങ്ങിയപ്പോൾ തന്നെ മോശം അഭിപ്രായം കിട്ടിയാണ്. നല്ല സിനിമയിൽ വരുമ്പോൾ അതിനെക്കാട്ടിലും മോശം. അതിൻ്റെ പ്ലേസ്മെൻ്റ് ഒക്കെ പറഞ്ഞാൽ അയ്യോ ഒന്നും കൂടുതലൊന്നും പറയാൻ പറ്റില്ല. വയലുമല്ലോ ആ ലെവലിലുള്ള ഓരോരോ പാട്ടുകൾ. എന്തിനാണ് ആ പാട്ട് വെച്ചിരിക്കുന്നത്, എന്ത് തേങ്ങറാ പാട്ട് വെച്ചിരിക്കുന്നത് തോന്നിപ്പോവും. അതുപോലെ മീനാക്ഷി ചൗധരിയുടെ ക്യാരക്ടർ അതിൻ്റെ ഇടയിൽ കൂടെ എന്തിനാ 4 5 സീനിൽ കറക്റ്റായിട്ട് അവർ മുഖം കാണിക്കില്ലേ, എന്തിനാണ് ആ ക്യാരക്ടർ അയ്യോ അങ്ങനെ പറയാനാണെങ്കിൽ അത് മാത്രമേ ഉള്ളൂ. പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് അത്രയും നേരം കണ്ടുകൊണ്ടിരുന്ന ആൾക്കാരനൊക്കെ പൊട്ടനാക്കണ പോലെ ഒരു പോസ്റ്റ് ക്രെഡിറ്റ് സീനും, എൻ്റെ മോനെ അങ്ങനെ എല്ലാം കൂടി ഒരു അവിയൽ പരുവാക്കി വെച്ചിട്ടുണ്ട്. വിജയ്ക്ക് ഇനിയിപ്പോൾ ഈ ഒരു പടം കൂടെ കഴിഞ്ഞ് ഒരു പടം കൂടിയേ ഉള്ളൂ. ഈ ലാസ്റ്റ് 2 പടങ്ങളിൽ കുറച്ച് ബെറ്ററാക്കി ചെയ്യണ പോലെ ഒന്നും ചെയ്തുകൂടെ? ലാസ്റ്റ് ഡയറക്ടർമാർക്ക് ഈ വെങ്കട് പ്രഭുവിനൊക്കെ എന്ത് പറ്റി? എൻ്റെ പൊന്നോ, മാനാടും ഒക്കെ ചെയ്ത പുള്ളിയാണ് ഈ ചെയ്ത് വെച്ചിരിക്കുന്നത് കാണുമ്പോൾ എൻ്റെ പുള്ളി ആദ്യം പറഞ്ഞ കുറച്ച് പോസിറ്റീവ്സ് കാണാൻ വേണ്ടി പോവാ. പിന്നെ ഒരു സോങ് ക്ലൈമാക്സിൻ്റെ അടുത്തുള്ള ഒരു സോങ്ങിലുള്ള കുറച്ച് ഡാൻസ് സ്റ്റെപ്പ് അത് കാണാൻ പോവുക. ഇത്രയേ ഉള്ളൂ ഇതിൽ, വേറെ ഒന്നുമില്ല. ഓക്കെ, ബൈ.